സാറ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് ഓൺലൈൻ, അതായത് ഓൺലൈൻ ബേസ് ചെയ്ത് ചെയ്യുന്ന ജോബുകളാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യത ജെൻഡർ പ്രിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓൺലൈനായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു ടെക്നോളജി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ ഇന്ന് മേഖലയിലുണ്ടോ? ഉണ്ട്. ഇത് ലൈക്ക് കൺട്രി ടു കൺട്രീസ് ആണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് UAE-ലാണ്. സോ UAE-ല് നമ്മൾ 2 സോഫ്റ്റ്വെയർസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് എന്ന് പറയുന്നത് കലോഗി, 2 എന്ന് പറയുന്നത് ഇമിർസാൽ അഥവാ ദുബായ് ട്രേഡ്. കലോഗി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എയർലൈനും കസ്റ്റമറും ഏജന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഡയറക്റ്റ് എയർലൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇതിന്റെ ഡോക്യുമെന്റ്സിന്റെ സെക്ഷനിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ കലോഗി സോഫ്റ്റ്വെയറിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ്. ഈ സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. രണ്ടാമത് ഇമിർസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഗവൺമെന്റിന്റെ, ദുബായ് ഗവൺമെന്റിന്റെ കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുന്നത് ദുബായ് ട്രേഡ് എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ്. ഇതല്ലാതെ അവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ മാത്രമാണ് കസ്റ്റംസുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കസ്റ്റംസുമായിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മൾ വരുന്ന ഷിപ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ദുബായ് ട്രേഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലൂടെയാണ് കസ്റ്റംസിനെ നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ 2 സോഫ്റ്റ്വെയർ ഇവർക്ക് പഠിക്കാൻ കഴിയാണ് എന്നുണ്ടെങ്കിൽ ജോലി സാധ്യത 80% ഇവര് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് സാധ്യത കൂടുതലുണ്ട്. കാരണം ഇത് 2 ഇല്ലാതെ UAE-ൽ ഒരു വർക്കും നടക്കില്ല. എത്ര വലിയ കമ്പനി ആണെങ്കിലും എത്ര ചെറിയ കമ്പനി ആണെന്നുണ്ടെങ്കിലും ഈ 2 സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് UAE-ൽ നല്ലൊരു ജോലി നേടാൻ കഴിയുള്ളൂ.